അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ പലരും പല ഉദ്ദേശങ്ങളും നിറവേറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അത് എത്രയായാലും നടക്കുന്നില്ല. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിട്ടുമാറാതെ കച്ചവടം ചെയ്യുന്നു, അതിൽ റാഹത്തില്ല, ബറക്കത്തില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രമായി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. വീട്ടിലെ സന്തോഷക്കുറവ്, ഭർത്താവിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ അല്ലെങ്കിൽ പണിയെടുക്കുന്ന മക്കളുടെ ജോലിയിൽ ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിലും മിച്ചം ഒന്നും വരുന്നില്ല. ജോലി ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നില്ല. ഇങ്ങനെ തുടങ്ങി പ്രശ്നങ്ങളിൽ അതുപോലെ പ്രയാസങ്ങളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന, കച്ചവടത്തിൽ വർധനവ് ലഭിക്കാൻ ഉപകരിക്കുന്ന, കച്ചവടത്തിലും ജോലിയിലും ഒക്കെ ബറക്കത്ത് ലഭിക്കുന്ന, നാം വിചാരിക്കാത്ത ഭാഗത്ത് കൂടെ സമ്പത്ത് കുന്നുകൂട്ടി നൽകാൻ കഴിയുന്ന യജമാനനായ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വഹാബ് എന്ന ഇസ്മ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്ന ഇസ്മാണ്. ഇത് മുമ്പ് 2-3 നിലയിൽ ചൊല്ലാനുള്ളത് വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഞാൻ പറയുന്നത്, ഇതിൽ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങളും ഞാൻ പറയാത്ത ആവശ്യങ്ങളും, ഏത് ആവശ്യങ്ങൾ നിറവേറാനും ഈ കാര്യം ശരിയാകാൻ വേണ്ടി, എൻ്റെ ഇന്ന കാര്യം നടന്നു കിട്ടാൻ വേണ്ടി, ഇന്ന ആവശ്യം സാധിച്ചു കിട്ടാൻ വേണ്ടി, എൻ്റെ മകളുടെ വിവാഹം ശരിയാകാൻ വേണ്ടി, എൻ്റെ ഭർത്താവിൻ്റെ ജോലി റാഹത്താകാൻ വേണ്ടി, അങ്ങനെ എന്താണോ ഉദ്ദേശം, ആ ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഈ പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട 4 ഇസ്മുകൾ അത് 313 വട്ടം ചൊല്ലുമെന്ന് നേർച്ചയാക്കി മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലണം. ഒന്നുകിൽ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ചൊല്ലാം, അതല്ലെങ്കിൽ സുബഹിക്ക് ശേഷം ചൊല്ലാം, അതല്ലെങ്കിൽ ളുഹാ നിസ്കാരത്തിന് ശേഷം ചൊല്ലാം. ഇനി അതുമല്ല, രാത്രി പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഞാൻ ചൊല്ലിക്കോളും, എനിക്ക് എൻ്റെ കാര്യം നടക്കണം എന്ന് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അങ്ങനെയും ചൊല്ലാം. യാ ഫത്താഹു, യാ റസ്സാഖു, യാ കരീമു, യാ വഹ്ഹാബ്. ഇതാണ് 313 വട്ടം ചൊല്ലേണ്ട ദിക്ർ. ഇത് 4ഉം അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകളെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. ഓരോ 100 എത്തുമ്പോഴും അല്ലാഹുമ്മ യാ ഫത്താഹു ഇഫ്തഹ് ലീ അബ്വാബൽ ഗിനാ, അല്ലാഹുമ്മ യാ റസ്സാഖു ഉർസുഖ്നിൽ ഫറഹ വസ്സുറൂർ, അല്ലാഹുമ്മ യാ കരീമു അക്രിംനി ബികറമിക്, അല്ലാഹുമ്മ യാ വഹ്ഹാബു ഹബ്ലി മാലൻ മുബാറകൻ വഫീറാ എന്ന് 3 വട്ടം ദുആ ചെയ്യുക. അതിനുശേഷം 313 പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ യാ വഹ്ഹാബു ഹബ്ലി മിൻ അതായാക്, അല്ലാഹുമ്മ യാ വഹ്ഹാബു ഹബ്ലി മിൻ മതാഇദ് ദുനിയ വൽ ആഖിറ, اللهم يا وهاب هب لي رزقا وفيرا وصب علي الخير صبا، اللهم يا وهاب هب لي من خزائن نعمك ما لا عين رأت ولا أذن سمعت ولا خطر على قلب بشر، اللهم يا وهاب هب لي تسخيرا وتيسيرا ويسرا ومسرا،
اللهم يا وهاب هب لي حظا كريما وعوضا جميلا എന്ന ഈ ദുആ 3 വട്ടം ചൊല്ലിയ ശേഷം നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അള്ളാഹ് നിറവേറുന്നതാണ്. ഏത് കാര്യമാണെങ്കിലും സാധിച്ചു കിട്ടുന്നതാണ്. പരിപൂർണ വിശ്വാസത്തോടുകൂടി എനിക്കിത് നടന്നു കിട്ടും എന്ന ഉറപ്പോടുകൂടി ചൊല്ലുക. ഇൻഷാ അള്ളാഹ് ഫലം ലഭിക്കും. അതേപോലെ മറ്റൊരു നിലക്ക് ഈ ഇസ്മ ചൊല്ലാൻ പറയുന്നു. എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇരു കൈകളും മേൽപോട്ടുയർത്തിക്കൊണ്ട് യാ വഹ്ഹാബു യാ അല്ലാഹ്, യാ വഹ്ഹാബു യാ അല്ലാഹ്, യാ വഹ്ഹാബു യാ അല്ലാഹ് എന്ന് 7 വട്ടം എപ്പോഴും ചൊല്ലുന്നത് പതിവാക്കിയാൽ അവന്റെ ഏത് ആവശ്യങ്ങളും അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. ഇനി ളുഹാ നിസ്കാരത്തിന്റെ അവസാന റക്അത്തിലെ അവസാന സുജൂദിൽ, അഥവാ 2 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളുടെ ളുഹാ നിസ്കാരത്തിൽ 2-ാമത്തെ റക്അത്തിലെ 2-ാമത്തെ സുജൂദിൽ യാ വഹ്ഹാബ് എന്ന് 14 വട്ടം ചൊല്ലുകയും നിസ്കാരത്തിൽ നിന്ന് ഒഴിവായ ശേഷം യാ അല്ലാഹു യാ കരീം യാ വഹ്ഹാബു യാ ദത്തൗൽ ഹബ്ലി മിൻ ഫദ്ലിക്കൽ അളീമിൽ വാസിഅ ഇന്നക അൻതൽ വഹ്ഹാബുൽ കരീം ദുത്തൗലി ദുൽ ഫളിൽ എന്ന് 7 വട്ടം ചൊല്ലുക. ശേഷം യാ വഹ്ഹാബു യാ ദത്തൗൽ എന്ന് 7 വട്ടവും ഒരാൾ കൃത്യമായി ചൊല്ലിപ്പോരുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ ഇടയിൽ നല്ല ഐശ്വര്യം നൽകുകയും അവൻ വിചാരിക്കാത്ത ഭാഗത്തുകൂടെ അവനിക്ക് സമ്പത്ത് കുന്നുകൂടുകയും ചെയ്യുന്നതാണ്. ഇനി ഒരാള് യാ വഹ്ഹാബു യാ ദത്തൗൽ എന്നത് 135 വട്ടം ചൊല്ലുകയാണെങ്കിൽ അവന്റെ ഭക്ഷണത്തിൽ എപ്പോഴും വിശാലതയുണ്ടാകും, ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും. ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണം എന്ന് ഏതൊരു വിശ്വാസിയുടെയും മനസ്സിന്റെ ആഗ്രഹമാണ്. അപ്പോൾ ഈ രൂപത്തിൽ 135 വട്ടം ചൊല്ലിയാൽ അങ്ങനെ ഭക്ഷണത്തിൽ വിശാലതയും ബറക്കത്തും ലഭിക്കും. ആർക്കെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം സുബഹിക്ക് തുടങ്ങി അടുത്ത വ്യാഴാഴ്ചയാകുമ്പോഴേക്ക് ഒരു 12,000 വട്ടം യാ വഹ്ഹാബ് യാ വഹ്ഹാബ് യാ വഹ്ഹാബ് യാ വഹ്ഹാബ് എന്നിങ്ങനെ ചൊല്ലുകയാണെങ്കിൽ അവൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവനിക്ക് വിജയം വന്നെത്തുന്നതാണ്. ഒരു കാര്യത്തിലും അവനിക്ക് പരാജയം എന്നത് കാണേണ്ടി വരില്ല. അതേപോലെ യാ റഹീം യാ വഹ്ഹാബ് എന്ന് ചൊല്ലുന്ന ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ധാരാളം റഹ്മത്ത് നൽകുന്നതാണ്. അവന്റെ ജീവിതത്തിൽ അവനിക്ക് സന്തോഷം നൽകുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിൽ ഈ ഇസ്മ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പരിപൂർണ വിശ്വാസത്തോടുകൂടി ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഫലം ലഭിക്കും. എത്രയോ ആളുകൾക്ക് ഫലം ലഭിച്ച അമലുകളാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. അവന്റെ ഏറ്റവും വലിയ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് എന്താണോ നാം ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഉദ്ദേശം ഈ പറഞ്ഞ ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ അല്ലാഹു തആല നമുക്ക് പൂർത്തിയാക്കി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.